മത്തായി സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. സ്തോത്രം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അനേകം മക്കൾ കടന്നു വരികയാണ്. ശിഷ്യന്മാരും ജനക്കൂട്ടവും കടന്നു വരികയാണ്. അവർ ചോദിക്കുകയാണ്, യേശു എവിടെ? നസ്രായനായ യേശു ക്രിസ്തു എവിടെ? നമ്മുടെ ദൈവമായ യേശു ക്രിസ്തു എവിടെ എന്ന് അനേകം മക്കൾ, ജനക്കൂട്ടം യേശുവിൻ്റെ പുറകെ കടന്നു വരികയാണ്. യേശുവിനെ കാണാനായിട്ട് അവർ ഓടി വരികയാണ്. യേശു ആ പുരുഷാരത്തെ കണ്ടിട്ട്, ആ ജനക്കൂട്ടത്തെ കണ്ടിട്ട് യേശു പറയുകയാണ്, ദാ ഇടയനില്ലാത്ത, നാഥനില്ലാത്ത, ഉത്തരവാദിത്തമില്ലാത്ത, ഇടയനില്ലാത്ത, നാഥനില്ലാത്ത ആടുകളെ പോലെ ദാ ജനങ്ങൾ കുഴഞ്ഞവരും ചിന്നിച്ചിതറിയവരുമായി ഓടി നടക്കുന്നു. ദൈവജനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെയും അവസ്ഥ ഇതല്ലയോ? എൻ്റെ രോഗഭാരങ്ങളിൽ നിന്ന് എനിക്ക് ആര് സൗഖ്യം തരും? എൻ്റെ കുടുംബത്തിലെ ശാന്തിയും സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതിൽ നിന്ന് എനിക്ക് ആര് സമാധാനം തരും? എൻ്റെ മക്കൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടുന്നില്ല. എൻ്റെ മക്കളുടെ ദാമ്പത്യമായ ജീവിതങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. എൻ്റെ മക്കൾ നല്ലപോലെ പഠിച്ചു, പക്ഷെ അവർക്ക് ഉന്നതമായ ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഒരു നാഥനില്ലാത്ത അലഞ്ഞു നടക്കുന്ന ആടുകളെ നോക്കി ദൈവം വിളിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു വിളിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയനാകുന്നു, ഞാൻ നിങ്ങളുടെ സംരക്ഷകനാകുന്നു, ഞാൻ നിങ്ങളുടെ ഉടമസ്ഥനാകുന്നു. നിങ്ങൾ ഇനി ഉലയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇനി അലയേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ ദൈവമത്രേ.